ഹലോ ഗൈസ്, നമ്മുടെ കുട്ടികൾക്കൊക്കെയും ഈ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഇഷ്ടമല്ല അല്ലേ? അതും ഹയർ നമ്പേഴ്സിന്റെ മൾട്ടിപ്ലിക്കേഷൻ ആകുമ്പോൾ ഒരിത്തിരി പേടി കൂടും. ആ കൂട്ടത്തിൽ വരുന്നതാണ് നമ്മുടെ ഈ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ അല്ലേ? നമുക്കിത് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ നമ്പേഴ്സൊക്കെ ഓർത്തിരിക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ പിന്നെ ഇത് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ ഞാനൊരു ട്രിക്ക് പറഞ്ഞു തന്നാലോ? നമുക്ക് ഈ ട്രിക്കിന് പേനയും പേപ്പറും ഒന്നും വേണ്ട. നമ്മുടെ ഈ 10 പേരിൽ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കിയാലോ? ആദ്യം തന്നെ ഞാൻ എൻ്റെ 10 പേരിലും ദാ നിന്ന് വത്തി പിടിച്ചിട്ടുണ്ട്. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോണേ? ഓരോ വിരലിനും ഓരോ നമ്പർ കൊടുക്കുക. അപ്പം ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ദാ എൻ്റെ ലെഫ്റ്റ് കൈയിലത്തെ ഈ ചെറുവിരൽ തൊട്ടാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ 1 2 3 4 5 6 7 8 9 10 അങ്ങനെ ഞാൻ ഓരോ വിരലിനും ഓരോ നമ്പർ കൊടുത്തു. ഇനി ഞാൻ ഈ ഓരോ വിരലും മടക്കുകയാണെന്ന് വിചാരിക്കാം. ഈ വിരലിന് നമ്പർ എത്രയാ? 1 അല്ലേ? അപ്പം ഞാൻ ഈ വിരലാണ് മടക്കുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം 9 × 1. ഓക്കെ, ഞാനിനി ഈ വിരലാണ് മടക്കണമെങ്കിലോ ഈ വിരലിന് ഞാൻ എത്ര നമ്പർ കൊടുത്തേ? 2. അപ്പം അതിൻ്റെ അർത്ഥം 9 × 2. ഓക്കെ, ഇനി ഈ വിരലാണെങ്കിലോ 9 × 3. മനസ്സിലായോ? അങ്ങനെയാണ് നമ്മൾ ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ഈ വിരൽ മടക്കി. അപ്പം ഞാൻ എന്താ കണ്ടുപിടിക്കാൻ പോണേ? 9 × 1. അതിൻ്റെ ഉത്തരം എത്രയാ? നമുക്കറിയാം, 9 തന്നെയാണ് അല്ലേ? അപ്പോൾ ഞാനിത് എങ്ങനെ കണ്ടുപിടിക്കാൻ പോണേ നോക്കിക്കോ. ആദ്യം തന്നെ നമ്മുടെ ഈ ചെറിയ വിരലിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര വിരലുണ്ടോ അതിൻ്റെ നമ്പർ എഴുതാം. ഇപ്പോൾ ഇവിടെ ഒരു വിരലും ഇല്ലല്ലോ, ഇതല്ലേ ആദ്യത്തെ. അപ്പോൾ ഇവിടുത്തെ നമ്പർ ആയിട്ട് നമ്മൾ എഴുതുക 0. ഇനി റൈറ്റ് സൈഡിലത്തെ നോക്കാം. 1 2 3 4 5 6 7 8 9. അപ്പോൾ നമുക്ക് എത്ര വാല്യൂ കിട്ടിയേ? 9 × 1 എത്ര കിട്ടിയേ? 0 9. അതായത് 9 ആണ് നമുക്ക് ആൻസർ കിട്ടിയത്. അപ്പോൾ എങ്ങനെയാണ് നമ്മളിത് ചെയ്തത്? ആദ്യം ഏത് വിരലാണോ മടക്കുന്നത് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എത്ര വിരലുകളുണ്ട് എന്ന് എണ്ണിയിട്ട് എഴുതി. അതിൻ്റെ റൈറ്റ് സൈഡിൽ എത്ര വിരലുകളുണ്ട് എന്ന് എഴുതി. അപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. മനസ്സിലായില്ലെങ്കിൽ നമുക്ക് അടുത്ത ഒരു 2 × 9 കൂടി നോക്കാം. നോക്കി നോക്കൂ. ഞാനപ്പോൾ ഈ വിരലാണ് മടക്കിയത്. 2 എന്ന് ഞാൻ നമ്പർ കൊടുത്ത വിരൽ മടക്കി. അതിൻ്റെ അർത്ഥം ഞാനിപ്പോൾ കണ്ടുപിടിക്കാൻ പോണത് 2 × 9 അല്ലെങ്കിൽ 9 × 2 ആണ്. ഇപ്പോൾ നോക്കൂ, ഇപ്പുറത്തെ എത്ര വിരലുണ്ട്? ഇനി ഒരെണ്ണം. അപ്പം ഞാൻ 1 എന്ന് എഴുതി. ഇനി ഈ സൈഡിലോ റൈറ്റ് സൈഡിൽ എത്ര വിരലുകളുണ്ട്? 1 2 3 4 5 6 7 8. അപ്പോൾ നമുക്ക് എത്ര കിട്ടിയേ? 1 8. ദാറ്റ് ഈസ് 18. അപ്പോൾ നമുക്ക് 2 × 9ന്റെ വാല്യൂ കിട്ടി. ഓക്കെ, ഇനി മൂന്നാമത്തെ വിരൽ ഞാൻ അടച്ചു. അപ്പം ഞാൻ എത്ര ചെയ്യാൻ പോകുന്നേ? 9 × 3. ഈ ലെഫ്റ്റ് സൈഡിൽ എത്ര വിരലുകളുണ്ട്? 1 2. അപ്പം ഞാൻ 2 ആദ്യം എഴുതി. ഇനി റൈറ്റ് സൈഡിലത്തെ നോക്കൂ. 1 2 3 4 5 6 7. അപ്പോൾ 2 ആദ്യം എഴുതിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ 7 എഴുതി. 9 × 3 27. എങ്ങനെയുണ്ട് ഈ ട്രിക്ക്? എളുപ്പമല്ലേ? അപ്പോൾ ബാക്കി എല്ലാ വിരലുകളും വെച്ച് നോക്കിയാലും നമുക്ക് കറക്റ്റ് വാല്യൂവിന് കിട്ടും. നമുക്ക് എന്നാൽ ഒരു കാര്യം ചെയ്താലോ? 9 × 8 കൂടെ നോക്കി വെക്കാം. ഓക്കെ, അപ്പം ഞാൻ ഏത് വിരലിനാണ് 8 എന്നുള്ള നമ്പർ കൊടുത്തത് അത് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മൾ ആദ്യം കൊടുക്കുന്ന നമ്പർ ഉണ്ടല്ലോ അത് നല്ലപോലെ ശ്രദ്ധിക്കണം. അപ്പോൾ ഏത് വിരലിനാണ് ഞാൻ കൊടുത്തത്? ഈ വിരലിനാണ് ഞാൻ 8 എന്നുള്ള നമ്പർ കൊടുത്തത്. ഞാൻ ആ വിരൽ അടച്ചു. ആ വിരലിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ളത് ആദ്യം എഴുതണേ. അപ്പോൾ 1 2 3 4 5 6 7. അപ്പോൾ 7 എഴുതി. ഇനി റൈറ്റ് സൈഡിലുള്ളതോ 1 2 72. അതായത് 9 × 8 72. ഓക്കെ, അപ്പോൾ എങ്ങനെയുണ്ട് ഈ ട്രിക്ക്? എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ മറക്കാതെ നമ്മുടെ എജുവൈബ്സിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കണും കൂടെ ക്ലിക്ക് ചെയ്യുക. നമ്മളുടെ എല്ലാ വീഡിയോസും ലൈക്കും ചെയ്യാം. ഓക്കെ, സോ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ.